ആമ്പൽപ്പൂക്കളും കോട്ടയവുമായി എന്തോ ഒരു ബന്ധമുണ്ട്. നമുക്കറിയാം, എപ്പോഴും എല്ലാ വർഷവും ആമ്പൽ വസന്തം കാണാൻ കോട്ടയം ജില്ലയിലേക്ക് ഒരുപാട് മലയാളികൾ പോകാറുണ്ട്. ഈ മലയാളികൾ ഒരിക്കലും നിരാശപ്പെടാറില്ല. കാരണം ആമ്പൽപ്പൂക്കളുടെ കാഴ്ച കൊണ്ട് മാത്രം ലോകപ്രസിദ്ധമായ ഒരു ഗ്രാമം കോട്ടയത്തുണ്ട്, മലരിക്കൽ. വീണ്ടും മലരിക്കലിൽ ആമ്പൽ വസന്തം ഒരുങ്ങുകയാണ്. ഏത് സീസണിൽ വന്നാലും ഇവിടെ ആമ്പലിൻ്റെ ആ മനോഹര കാഴ്ചകൾക്ക് പഞ്ഞമില്ല. മലരിക്കൽ എന്ന് പറയുന്ന ഈ പ്രദേശത്തിന് അങ്ങനെ പേര് വരാൻ ഒരു കാരണമുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കൊടൂരാറിലേക്ക് മീനച്ചിലാർ വന്ന് പതിക്കുന്ന സ്ഥലമാണ് മലരിക്കൽ. ആ വെള്ളം വളരെ ശക്തിയിൽ വന്ന് കൊടൂരാറിലേക്ക് വീഴുമ്പോൾ വലിയ ചുഴികൾ ഉണ്ടാവുകയും അതിന് പകരമായിട്ട് അവിടെ മലരികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ആ പ്രദേശം മലരിക്കൽ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. പക്ഷേ ഇന്ന് ധാരാളം ആമ്പൽ പൂക്കൾ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മലരുകൾ അവിടെ ഉണ്ടാവുകയും ആ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് മലരിക്കൽ എന്ന പേര് ലോകം മുഴുവൻ അറിയുന്ന ഒരു പ്രദേശമായി മാറുകയും ടൂറിസം വികസിക്കുകയും ചെയ്യുന്നു. പാടത്തും കുളങ്ങളിലും മനുഷ്യനിർമ്മിത ടാങ്കുകളിലുമൊക്കെ വിടർന്ന് വിലസുന്ന ആമ്പൽ പൂക്കൾ വളരെ മനോഹരമായ കാഴ്ചയാണ്. ആരും ആമ്പൽപ്പൂക്കൾ തലയിലൊന്നും ചൂടാൻ ഉപയോഗിക്കാറില്ല. എങ്കിൽ പോലും 50ഓളം വ്യത്യസ്ത ഇനം ആമ്പലുകൾ നമ്മുടെ ഈ ലോകത്ത് തന്നെയുണ്ട്. ശ്രീലങ്കയുടെ ദേശീയ പുഷ്പമാണ് നീല ആമ്പൽ. വെള്ള ആമ്പൽ ബംഗ്ലാദേശിൻ്റെയും. രാത്രികാലങ്ങളിൽ വിരിയുകയും പകലാവുന്നതോടെ കൂമ്പുകയും ചെയ്യുന്നതിനാൽ ചന്ദ്രൻ്റെ സഖ്യമാരാണ് ആമ്പൽ പൂവുകൾ എന്നാണ് കവി സങ്കല്പം. ഇങ്ങനെ മനോഹരമായ ഒരു പുഷ്പം തന്നെയാണ് ആമ്പൽ. ഈ മനോഹര പുഷ്പങ്ങളെയാണ് കോട്ടയത്ത് മലരിക്കൽ വന്നാൽ നമുക്ക് മനസ്സ് നിറയെ കാണാൻ സാധിക്കുന്നത്. കണ്ണെത്താ ദൂരത്തോളം പൂത്തുലഞ്ഞു നിൽക്കുന്ന ആമ്പൽപ്പൂക്കളാണ് കോട്ടയത്തെ ആകർഷണം. പിങ്ക് നിറത്തിൽ ഏക്കർ കണക്കിന് പാടത്ത് വിടർന്നു നിൽക്കുന്ന ആ കാഴ്ച മനസ്സിലാലോചിക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. കോട്ടയത്തിൻ്റെ നിറവും അഴകുമായി ഈ കാഴ്ച മാറിയിട്ട് വർഷങ്ങളായി എങ്കിലും ഇത്തവണ ആമ്പൽ ഒരു പുതിയ സ്ഥലത്തുകൂടി പൂത്തിട്ടുണ്ട്. കൊല്ലാട് കിഴക്കുംപുറം പാടശേഖരത്തിലാണ് കോട്ടയം ജില്ലയിൽ ഇത്തവണ പുതിയ ആമ്പൽ വസന്തം ഉള്ളത്. കിഴക്കുപുറം പാടശേഖരത്ത് കൃഷി കഴിഞ്ഞ് വെള്ളം കയറ്റിയിരുന്നു. അതിനുശേഷമാണ് മെയ് ജൂൺ മാസത്തോടെ ആമ്പൽ കിളിർത്തു വന്നത്. പിന്നെ നീണ്ട കാത്തിരിപ്പൊന്നും വേണ്ടായിരുന്നു. ജൂലൈ എത്തിയപ്പോഴേക്കും ഇവിടെ ആമ്പൽ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് പൂത്തു നിൽക്കുകയാണ്. പൂത്തു നിൽക്കുന്ന ആമ്പൽ കാണാൻ കേട്ടറിഞ്ഞപ്പോൾ ആളുകൾ എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നാൽ കണ്ണും മനസ്സും നിറയെ ആസ്വദിച്ച് മടങ്ങാം എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഏകദേശം 200 ഏക്കറിലധികം പാടത്തായാണ് ഇവിടെ ആമ്പൽ പൂത്തിരിക്കുന്നത്. രാത്രിയിൽ വിടർന്ന് രാവിലെ ആകുമ്പോഴേക്കും കൂമ്പി നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ ഭംഗിയിലും കാണണമെങ്കിൽ അത് രാവിലെ തന്നെ എത്തിയാലേ പറ്റുകയുള്ളൂ. രാവിലെ 6 മണി മുതൽ 9 മണി വരെയാണ് ആമ്പൽ പൂക്കൾ കാണാൻ പറ്റിയ സമയം. അതിനുശേഷം വന്നാൽ വാടി നിൽക്കുന്ന കാഴ്ചയായിരിക്കും. ചൂട് അധികമാകുന്നതിന് മുൻപ് പോയി കണ്ടുവരുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. വളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടം കണ്ട് വാഗമൺ കയറാം, ചില്ലുപാലം കാണാം, മഴയും കോടമഞ്ഞും കാണാം. പാക്കേജുകൾ ഒരുപാടുണ്ട് അവിടെ. ഈ ആമ്പൽ വസന്തം കണ്ടുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്ത് കൂടുതൽ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി. എന്തായാലും മഴയിൽ വെള്ളം നിറഞ്ഞു കിടന്നിരിക്കുന്ന പാടങ്ങളിൽ ഇപ്പോൾ ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. വഞ്ചിയിൽ പാടത്തിന് നടുവിലേക്ക് പോയി ആമ്പൽ കാഴ്ചകൾ കാണാൻ സാധിക്കും. പലരും ഈ അവസരത്തിൽ ഈ ഒരു സീസൺ ആകുമ്പോൾ അവിടെ പോകുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് നമ്മുടെ നാട്ടുകാരുണ്ട്. കോട്ടയത്ത് നിന്നും കിഴക്കുപുറം പാടശേഖരത്തിലേക്ക് വെറും 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എന്നുള്ളതിനാൽ വളരെ എളുപ്പത്തിൽ അവിടേക്ക് വരാം. വെറുതെ ഒന്ന് കോട്ടയത്തിന് ഇറങ്ങുന്നവരാണെങ്കിൽ പോലും 1 മണിക്കൂർ സമയം മാറ്റിവെച്ചാൽ ഈ കാഴ്ച മിസ് ചെയ്യാതെ കണ്ടുവരാം. പാടം വീണ്ടും കൃഷിക്കായി ഒരുക്കി വെള്ളം വറ്റിച്ചാൽ പൂക്കളൊക്കെ പോകുമെങ്കിലും അത്രയും ദിവസം ഇവിടെ ഒരുങ്ങുന്ന ഈ കാഴ്ച ഒന്നിനും പകരം വെക്കാനാവാത്ത ഒന്നാണ്. മലരിക്കൽ പാടശേഖരമാണ് ആമ്പൽ വസന്ത കാഴ്ചകൾ കൊണ്ട് ആദ്യം സഞ്ചാരികളെ ആകർഷിച്ചത്. ഒപ്പം അമ്പാട്ടുകടവിലെ കാഴ്ച കാണാനും ആളുകൾ എത്തിയിരുന്നു. ഇത്തവണ ഈ രണ്ടിടവും കൂടാതെ മൂന്നാമതൊരിടവും കൂടി എന്തായാലും കോട്ടയത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും കോട്ടയത്തിന് ആമ്പലിനോടുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആമ്പൽ പൂക്കൾക്ക് കോട്ടയത്തിനോടുള്ള ആ ഒരു സ്നേഹം മനസ്സും കണ്ണും നിറയ്ക്കുന്നത് മലയാളികളുടേത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.